മൈസൂർ പാക്ക് ഉണ്ടാക്കുമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. എന്തായാലും നമ്മളിത് ഉണ്ടാക്കി നോക്കി. വളരെ എളുപ്പമാണ്, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മളിവിടെ ഉണ്ടാക്കുന്ന മൈസൂർ പാക്കിന് ആവശ്യമായ സാധനങ്ങൾ കടലമാവ്, ഓയിൽ, പഞ്ചസാര എന്നിവ മാത്രമാണ്. ആദ്യം തന്നെ മൈസൂർ പാക്ക് തയ്യാറാക്കി വെക്കുന്ന പാത്രം കുറച്ച് എണ്ണ തടവി മാറ്റി വെക്കണം. ഇനി അടുപ്പിലേക്ക് പാൻ വെച്ചു. 1 കപ്പ് പഞ്ചസാര ഇട്ടു. കുറച്ച് വെള്ളവും ചേർത്ത് 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതായത് വിരൽ കൊണ്ട് വലിച്ചു നോക്കുമ്പോൾ ഒരു നൂലിൻ്റെ പരുവത്തിലായി വരുമ്പോൾ പഞ്ചസാര ലായനി തയ്യാറാവും. ഇനി ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പാത്രം വെച്ച് 1 കപ്പ് ഓയിൽ ഒഴിച്ച് ചൂടാക്കണം. ഈ എണ്ണ നല്ലതുപോലെ ചൂടായി പാനിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. ചൂടെണ്ണ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എണ്ണ ചൂടാവുന്നതിനൊപ്പം തന്നെ നമ്മളുടെ പഞ്ചസാര ലായനി തയ്യാറായിട്ടുണ്ട്. ഇനി മൈസൂർ പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കടലമാവ് കുറച്ചായി ഇട്ട് കൊടുത്ത് ഇളക്കുക. അങ്ങനെ 1 കപ്പ് കടലമാവ് മൊത്തം പഞ്ചസാരയിലേക്ക് ഇട്ട് യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി ചൂടെണ്ണ കുറച്ചായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് റിസ്കി ടാസ്ക് ആണ്, സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ മാവ് ഇങ്ങനെ പൊരിഞ്ഞ് പൊന്തി വരും. അപ്പോൾ തന്നെ ഇളക്കി കൊടുത്ത് ആ ഒഴിച്ച എണ്ണയെല്ലാം മാവിലേക്ക് യോജിപ്പിക്കണം. ഇങ്ങനെ 4-5 തവണ ഈ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്യണം. അതായത് എണ്ണ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യണം. അവസാനം മാവിലേക്ക് ഒഴിക്കുന്ന എണ്ണ മിക്സ് ആവാതെ മാറി നിൽക്കും. അതായത് എണ്ണ യോജിക്കാതെ മാറി നിൽക്കുമ്പോൾ മൈസൂർ പാക്ക് റെഡിയായി എന്ന് മനസ്സിലാക്കാം. എന്തായാലും നമ്മളെടുത്ത 1 കപ്പ് എണ്ണ മൊത്തമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇനി നമ്മൾ ആദ്യം എണ്ണ തടവി വെച്ച പാത്രത്തിലേക്ക് മൈസൂർ പാക്ക് ഇട്ട് കൊടുക്കാം. ചൂടോടെ തന്നെ കഷ്ണങ്ങളാക്കിയും വെക്കാം. ഇനി ചൂടാറുന്നത് വരെ റെസ്റ്റ് ആണ്. ഏകദേശം 1 മണിക്കൂറിന് ശേഷം നമ്മുടെ മൈസൂർ പാക്ക് ചൂടാറിയിട്ടുണ്ട്. അതാ തട്ടി നോക്കിയപ്പോൾ സംഭവം അടിപൊളിയായി വന്നിട്ടുണ്ട്. ഓരോ കഷ്ണത്തിൻ്റെയും സൈഡിൽ നല്ല യെല്ലോ കളറും നടുഭാഗത്തായിട്ട് കുറച്ച് ബ്രൗൺ ഷെയ്ഡും കാണാം. കടയിൽ നിന്ന് വാങ്ങുന്ന മൈസൂർ പാക്കിൻ്റെ തനി പകർപ്പ് തന്നെയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. കൊള്ളാം ടാ, കടയിൽ കിട്ടുന്ന പോലെ തന്നെ ഉണ്ട്. അങ്ങനെ ഇതും സക്സസ് ആയി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു?